ഹായ്, ഇന്ന് നമ്മളൊരു 70 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പലക കഷ്ണം മരപ്പലക എടുത്തിട്ടുണ്ട്. ഈ മരപ്പലകയിൽ നമ്മളൊരു കിടിലൻ ഐറ്റംസ് ഉണ്ടാക്കുകയാണ്. ആ ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കിടിലൻ ഐറ്റംസ് ആണ്. അപ്പോൾ ആ ഐറ്റംസ് എന്താണ് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അതാ 70 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു പലക കഷ്ണം എടുത്തിട്ടുണ്ട് നമ്മൾ, മരപ്പലക. ഇതിപ്പോൾ നീളം നമുക്ക് കുറച്ച് കുറഞ്ഞാൽ കൂടിയാലൊന്നും പ്രശ്നമില്ല. പിന്നെ അതാ നമ്മൾ 3 ഓയിൽ കേന എടുത്തിട്ടുണ്ട്. കാലി ഓയിൽ കേന നമുക്ക് ഫ്രീ ആയിട്ട് ഓയിലിൻ്റെ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓയിൽ കടയിൽ നിന്ന് അവരുടെ വേസ്റ്റിൽ നിന്ന് എടുത്ത് വന്നതാണ്. അപ്പോൾ അതിൻ്റെതാ വായുഭാഗം, അതായത് മുകൾ ഭാഗം നമുക്ക് ഇതേപോലെ കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ 3 നമുക്ക് ഒരേ ഉയരത്തിൽ കട്ട് ചെയ്ത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് ഓയിൽ കേന നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ചാക്കിൻ്റെ പീസാണ്. അതായത് നമ്മുടെ പലകയേക്കാളും കുറച്ച് നീളം കൂടുതലും പലകയുടെ വീതിയുള്ള ഒരു ചാക്കിൻ്റെ കഷ്ണം. ഈ ചാക്കിൻ്റെ കഷ്ണത്തിന് പകരം നമുക്ക് കോട്ടൺ തുണിയായാൽ മതി. ഇനി നമുക്ക് നമ്മുടെ കേനകളുടെ അടിഭാഗത്ത് ഇതേപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. മുകൾ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ആണി ചൂടാക്കിയിട്ടാണ് നമ്മൾ ആ ഹോള് തയ്യാറാക്കുന്നത്. അപ്പോൾ 3 കേനക്കും നമ്മൾ ആ ഹോള് തയ്യാറാക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കേനകൾ നമ്മുടെ പലകയിൽ ഫിറ്റ് ചെയ്യണതാണ്. ഇതേപോലെ തായ് ഭാഗത്തേക്ക് ഒരു ഭാഗം നമ്മൾ കേനയും മരപ്പലകയും റെഡിയാക്കി വെച്ചതിന് ശേഷം മുകൾ ഭാഗം നമ്മൾ കുറച്ച് മരത്തിന് ഒഴിവ് കൊടുക്കുന്നത്. അടിഭാഗത്തേക്കാണ് നമ്മൾ ഈ കേന ഫിറ്റ് ചെയ്യുന്നതാണ്. 2 ഭാഗത്ത് ഓരോന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം നടുഭാഗത്ത് കറക്റ്റ് നടുഭാഗത്ത് നമ്മൾ 3ാമത്തെ കേനയും ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അപ്പോൾ അത് നമ്മൾ 3 കേനയും നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സ്ക്രൂ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തത്. ഇനി നമ്മുടെ ചാക്കിൻ്റെ പീസ്, അതായത് ചാക്കിൻ്റെ പീസോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ, അത് ഇതേ നമ്മുടെ കേനയുടെ അതേ അളവിൽ വീതിയിൽ നമ്മൾ മടക്കിയെടുക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ വെച്ചതാ ഇതേപോലെ നമുക്കത് പൊതിഞ്ഞ് ഈ പലകയിലേക്ക് അടിച്ചു കൊടുക്കണം. അതായത് മുള്ളാണി ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പലകയിലേക്ക് അടിച്ച് കൊടുക്കുന്നത്. ഇതേപോലെ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ചാക്ക് നമ്മൾ പൊതിഞ്ഞ് ഇതേപോലെ പലകയിൽ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുട്ടി, അതായത് ഇത് കിലോ 25 രൂപയാണ് വില. നമ്മൾ ചുമരിനൊക്കെ ഇടുന്ന പുട്ടി തന്നെയാണ്. ഈ പുട്ടി നമ്മൾ 1 കിലോ വാങ്ങിയിട്ടുണ്ട്, നല്ല പുട്ടിയാണ്. അപ്പോൾ ഈ പുട്ടി നമ്മളൊരു ടൈറ്റ് കുഴമ്പ് രൂപത്തിൽ, അതായത് തിക്കായ ഒരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പലകയുടെ കീഭാഗത്തല്ലാതെ ബാക്കി എല്ലാ ഭാഗത്തും സൈഡിൽ, അതേപോലെ നമ്മുടെ ചാക്കിൻ്റെ മുകളിൽ, പലക ബാക്കിയുള്ള ഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടി ഒരു കോട്ട് മുഴുവനായിട്ടും നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചുകൂടി പുട്ടി അതിലേക്ക് ഇട്ടതിന് ശേഷം അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കിയാണ് എടുത്തത്. ഇപ്പോൾ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ 2ാമത്തെ കോട്ടായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മുകൾ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി പലകയുടെ, അതായത് പലകയുടെ സൈഡ് ഭാഗങ്ങളിൽ നമ്മൾ
തേക്കണമെന്നില്ല. അപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ എല്ലാ ഭാഗത്തും, ചാക്ക് ഇല്ലാത്ത ഭാഗത്തും എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ ചാക്കിൻ്റെ മുകളിലും കേനയുടെ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കനത്ത് തേച്ചാൽ മതി. അപ്പോൾ ആ പേസ്റ്റ് രൂപത്തിലുള്ള പുട്ടി നമ്മൾ മുഴുവൻ ഭാഗത്തും തേച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒരു ഫോർക്ക്, അതായത് ഒരു മുള്ള് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊരു മരത്തിൻ്റെ പുറന്തോടിൻ്റെ രീതിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും മുകൾ ഭാഗത്ത് ഇതേപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മുഴുവനായും വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കേനയുടെ അടിഭാഗം വരുന്ന ഭാഗം ഇത് നമ്മൾ കേനയുടെ അടിഭാഗത്ത് നന്നായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആ പേസ്റ്റ് രൂപത്തിലാക്കിയ നമ്മുടെ പുട്ടി തേച്ച് കൊടുക്കുന്നുണ്ട്. അടിഭാഗത്തെ സൈഡ് ഭാഗത്തും കേനയുടെ അടിഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് അത് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റംസിൻ്റെ പാതി പണി കഴിഞ്ഞ്. ഇനി ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ പണി ചെയ്യാനുണ്ട്. ഇതേപോലെ നമ്മൾ പുട്ടി നമ്മൾ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കൈവെള്ളയിൽ വെച്ച് ഉരുട്ടിയതിന് ശേഷം നമ്മളൊരു ഫ്ലവർ ഇതിൻ്റെ മുകളിൽ, നമ്മുടെ കേനയുടെ മുകളിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. വരയ്ക്കല്ല, നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 3 കേനയുടെ മുകളിൽ നമ്മൾ ഇതേപോലെ ഫ്ലവർ റെഡിയാക്കിയെടുത്തു. ഇനി നമുക്കൊരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത്. അതായത് ഒരു 3 ദിവസം കഴിയണം, എന്നാലേ നമുക്ക് പുട്ടി നന്നായിട്ട് സെറ്റായി ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ 3 ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ പെയിൻ്റ് അടിക്കാവൂ. ആദ്യം നമ്മൾ ഇതേപോലെ ഒരു ചുവന്ന കളർ, മണ്ണിൻ്റെ കളറാണ്, നമ്മൾ മൺകലത്തിൻ്റെ ഒക്കെ കളർ വരുന്നൊരു കളറാണ്, അതാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഒരു കോട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മളിതാ വാർണിഷാണ് അടിക്കുന്നത്. വാർണിഷ് എന്ന് പറയുമ്പോൾ നല്ല കളറുള്ള സൈസ് വാർണിഷ്, നിപ്പോൺ കമ്പനിയുടെ വാർണിഷാണ് നമ്മളിത് അടിക്കുന്നത്. നല്ല കളറുള്ള വാർണിഷാണ് അത്. അപ്പോൾ ആ വാർണിഷ് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു മരത്തിൻ്റെ, ഒരു വുഡിൻ്റെ പുറം ഭാഗത്തെ തൊലി പോലെ നമുക്ക് ആ കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് നമുക്ക് കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഐറ്റംസ് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് കുളത്തുകൾ വാങ്ങിയിട്ടുണ്ട്. ആ കുളത്തുകൾ 2 നമ്മൾ മുകൾ ഭാഗത്ത് 2 സൈഡിലായിട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിത് വാളിൽ തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ കുളത്ത്, അതായത് ഹുക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് മുകൾ ഭാഗത്ത് 2 ഇതേപോലെ നമുക്ക് ആണിയിലോ സ്ക്രൂവോ ഒക്കെ നമുക്ക് വാളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തൂക്കിയിടാം. ഇനി നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് അതേപോലെയുള്ള ഹുക്ക് ഒരു 7 ഒരു 6 നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒരേ അകലത്തിൽ നമ്മൾ ഒരു 6 ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ചുമരിൽ, നമ്മുടെ വാളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. തൂക്കിയിടുകയാണ്. ആണി കൊടുത്തതിന് ശേഷം, സ്റ്റീലാണി കൊടുത്തതിന് ശേഷമാണ് നമ്മളിത് വാളിൽ തൂക്കിയിട്ടത്. ഇത് നമുക്ക് കിച്ചണിലാകുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ സ്പൂണുകൾ, നമ്മുടെ കരണ്ടികൾ, അതേപോലെ കൈലുകളൊക്കെ നമുക്ക് ഇതേപോലെ തൂക്കിയിട്ട് അതേപോലെ മുകൾ ഭാഗത്ത് വെക്കാം. ഇതേപോലൊക്കെ നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാം. ഇത് കിച്ചണിലല്ലാതെ നമുക്ക് ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് വാളിൽ ഇത് ഫിറ്റ് ചെയ്യാം. അത് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവറുകൾ, അതേപോലെ മണി പ്ലാന്റുകൾ, ഇതിൽ നമുക്ക് വെള്ളമൊക്കെ നിറച്ച് വെക്കാം.
അപ്പോൾ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിൽ വളരുന്ന ചെടികൾ വളർത്താം, ഇൻഡോർ പ്ലാന്റുകളൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതിൽ വളർത്താം. അതേപോലെ തന്നെ നമുക്ക് ഫ്ലവറുകളൊക്കെ വെച്ചിട്ട് മനോഹരമാക്കാം. അതേപോലെ നമുക്ക് കീച്ചൈനുകൾ ഒക്കെ ചാവികൾ കീച്ചൈനുകളൊക്കെ നമുക്ക് ഇതിൽ വെക്കാനും കഴിയണം. അപ്പൊ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇതേപോലെ നമുക്ക് ബെഡ്റൂമിലോ ഡൈനിങ് ഹാളിലോ ലിവിങ്ങിലോ ഒക്കെ നമുക്ക് ഇതേപോലെ നമുക്കിത് ഫിറ്റ് ചെയ്യാൻ കഴിയുക. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് വെള്ളമൊക്കെ നിറച്ചിട്ട് വെള്ളത്തിൽ വളരുന്ന മണി പ്ലാന്റുകളൊക്കെ നമുക്ക് വെക്കാം. അതേപോലെ ഇൻഡോർ പ്ലാന്റുകൾ അല്ലെങ്കിൽ ഫ്ലവറുകളൊക്കെ നമുക്ക് വെച്ചിട്ട് മനോഹരമാക്കാം. ഇന്ന് നമുക്ക് വെള്ളം ഒഴിവാക്കണമെങ്കിൽ ഇതേപോലെ ഒരു പൈപ്പ് ഉപയോഗിച്ചാൽ മതി. ഈ പൈപ്പ് ഇതേപോലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ വലിച്ചാൽ നമുക്ക് വെള്ളമൊക്കെ നമുക്ക് ഒഴിവാക്കി വീണ്ടും നിറക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതേപോലെ വളരെ മനോഹരമായിട്ട് നമുക്കിത് വാളുകളിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പൊ രണ്ട് രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അതേപോലെ കിച്ചണുകളൊക്കെ നമുക്ക് കണ്ടില്ല ഇതേപോലെ നമുക്ക് വെക്കാം. അപ്പൊ നമ്മുടെ ഈ ഐറ്റംസും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കുക. അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.